നമസ്കാരം. കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ഫൈനാൻഷ്യൽ പ്ലാനുകൾ എടുക്കുന്നത് എന്നാണ് പല വ്യക്തികളും ധരിക്കുന്നത്. അതല്ല അതാത് സമയങ്ങളിൽ ചെയ്താൽ പോരെ എന്നുള്ളതാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു സാമ്പത്തിക സുരക്ഷ തന്നെയാണ് അതിൽ പ്രധാനം. കാരണം നമ്മളൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സാമ്പത്തികപരമായിട്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കൃത്യമായിട്ട് അടച്ചു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സമയത്ത് അതിനുവേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മാത്രമല്ല, നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള ഒരു എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് മുൻകൂർ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ അതിന് ആനുപാതികമായിട്ടുള്ള കോഴ്സുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ, ടാക്സ് ബെനിഫിറ്റുകൾ. കാരണം കുട്ടികളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് റെഗുലർ ആയിട്ട് അടയ്ക്കുന്ന കാര്യങ്ങൾക്ക് ഓരോ വർഷം നമുക്ക് ടാക്സ് ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതും അതിലൊരു പ്രധാന കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും നമുക്ക് എടുത്ത കിട്ടുന്ന ഭാഗത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം എമർജൻസി ഫണ്ട് ഇല്ലാണ്ട് എന്നൊരു ഫാമിലി മുന്നോട്ട് പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകാവുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഒരു എമർജൻസി ഫണ്ട്, നമുക്ക് ഇത്തരം ഒരു ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഒരു സേവിങ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അഞ്ചാമത്തെ, നമ്മൾ ഒരു നിക്ഷേപം നടത്തുന്ന സമയത്ത് അതിൽ കൂടെ കിട്ടുന്ന ഒരു അധിക ബോണസ് നമുക്കൊരു അധിക വരുമാനമായിട്ട് നമുക്ക് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന എമൗണ്ട് മാത്രമല്ല, അതിനൊരു ബോണസും കൂടെ കിട്ടുന്ന സമയത്ത് അത് നമ്മുടെ വരുമാനത്തിൽ ഒരു വർധനവ് വരുത്തുന്നുണ്ട്. അതാണ് അഞ്ചാമത്തെ കാര്യം. അപ്പൊ ആ വരുമാന വർധനവ് നടത്തുമ്പോൾ അത് നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്കും സാമ്പത്തിക സുരക്ഷിതത്വം ഒന്നും കൂടെ കൂട്ടിത്തരുന്നുണ്ട്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇത്ര രൂപ വരുമാനമുണ്ട്, അപ്പൊ അതിന് ഇന്ന കാര്യങ്ങൾ കുട്ടിയുടെ ഭാവിയിലേക്ക് വേണ്ടി നമുക്ക് അവരുടെ എഡ്യൂക്കേഷൻ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ആ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും അതിന് ആനുപാതികമായിട്ട് ആ സമയാസമയങ്ങൾ അതിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്ലാൻ എടുത്തു, നമ്മൾ അത് ഇനി ഏതെങ്കിലും കാരണവശാൽ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നാൽ പോലും നമുക്ക് ആ നിക്ഷേപിച്ച എമൗണ്ടും നമുക്ക് അതിന്റെ ഒരു ഇൻകം ഉണ്ട്. അപ്പോൾ ആ എമൗണ്ട് കൊണ്ടെങ്കിലും നമുക്ക് താൽക്കാലികമായിട്ട് കാര്യങ്ങൾ നടത്താൻ, ഇനി അതിന് തികയാത്ത വരുന്ന എമൗണ്ട് മാത്രം നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് കൂട്ടിയാൽ മതി. അതേ സ്ഥാനത്ത് നമ്മൾ ഒരു പ്ലാനും എടുത്തിട്ടില്ല, ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മളെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ആ സ്ട്രഗിൾ ചെയ്യുന്ന ഒപ്പം തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത, അതായത് ഏതെല്ലാം കോഴ്സുകൾ വേണം, ഏതെല്ലാം കോഴ്സുകളിലേക്ക് വിടുന്ന സമയത്താണ് അതിന്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുക, അല്ലെങ്കിൽ അവരുടെ ഭാവി സുരക്ഷിതമാകുന്നത് എങ്ങനെ എന്നുള്ളത് നമുക്ക് ആ സമയത്ത് വിലയിരുത്താൻ വേണ്ടി പലപ്പോഴും നമുക്ക് സാമ്പത്തിക പ്രയാസങ്ങളുള്ള സമയത്ത് നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വരുമാനം എത്രയാണോ അതിന്റെ ചെറിയൊരു ഭാഗം നമ്മൾ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് ഏറ്റവും കൂടുതൽ ഗുണമായിട്ട് നമുക്കും നമ്മുടെ മക്കൾക്കും അവരുടെ ഭാവി സുരക്ഷിതമാവുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഭാവിയും കൂടെ അവിടെ സുരക്ഷിതമായിട്ട് മാറാൻ വേണ്ടിയിട്ട് റെഡിയാവാണ്. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ വരുമാനത്തിന് ആനുപാതികമായിട്ടുള്ള നല്ല ഒരു സേവിങ്സ് നമ്മൾ തുടക്കം തന്നെ നമ്മൾ തുടങ്ങി വെക്കുകയാണ് ഏറ്റവും നല്ലത്.